ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി തീയലാണ്. തീയൽ ഇനി എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് നമുക്ക് നോക്കിയാലോ. ഉള്ളി തീയലിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: 250 ഗ്രാം ചെറിയുള്ളി ക്ലീൻ ആക്കിയത്, കുറച്ച് തേങ്ങാക്കൊത്ത്, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ നോർമൽ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 പച്ചമുളക്, 1 നെല്ലിക്ക വലിപ്പത്തിൽ പിഴുപുളി, 1 മുറി തേങ്ങ ചിരകിയത്, 3 കതിപ്പ് കരിയാപ്പില. തേങ്ങ വറക്കാനായി തവ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഇടാം. ചൂടായ തവയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 4-5 ചെറിയുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. 1 കതിപ്പ് കരിയാപ്പില കൂടിയിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം സിമ്മിലിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇനി ഇളക്കി കൊടുക്കാം. തണുക്കാനായി മറ്റൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. മസാല തണുക്കുന്ന നേരം കൊണ്ട് തീയലിന് വേണ്ടിയുള്ള ചെറിയ ഉള്ളി ഈ രീതിയിൽ കട്ട് ചെയ്യാം. ഉള്ളി വഴറ്റാനായി ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. ചൂടായ ചീനിച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായ ശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം. 1 കതിപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മുറിച്ച് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിടാം. ഉള്ളി വഴണ്ടു വന്നിട്ടുണ്ട്. വറുത്ത് വെച്ച തേങ്ങ അരച്ചെടുക്കാം. വയറ്റി വെച്ചതിലേക്ക് അരപ്പ് ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കാം. കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞെടുത്ത് ഇതിലേക്ക് ഒഴിക്കാം. 1 ടീസ്പൂൺ ഉപ്പിടാം. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, കായപ്പൊടി എന്നിവ ചേർക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചു നേരം തീയൽ തിളപ്പിച്ച് പറ്റിച്ചെടുക്കാം. ഫ്ലെയിം ഓഫാക്കാം. കടു വറക്കാനായി ചൂടായ തവയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിടാം. ചെറിയുള്ളി, 2 വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് ഇളക്കി കൊടുക്കാം. കടു വറുത്തത് തയ്യാറായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് തീയലിലേക്ക് ഇതിട്ട് കൊടുക്കുക. തീയൽ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഇനി പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.